തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർ സുഗതനെ അയോഗ്യനാക്കാമെന്നൊക്കെ രീതിയിൽ കച്ചകെട്ടി ഇറങ്ങിയ ശബരീനാഥിനെയും കൂട്ടരെയും ഞെട്ടിക്കുകയായിരുന്നു മേയർ വി രാജേഷ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഒരു സംശയം, ഈ ആഭ്യന്തര വകുപ്പ് അറിയാതെ എങ്ങനെയാണ് അങ്ങനെ ഒരു സർക്കുലർ പുറപ്പെടുവിക്കുന്നത്? അത് എങ്ങനെയാണ് മേയർ രാജേഷ് വായിച്ച് ഈ അയോഗ്യനാക്കാൻ പറ്റില്ല, അവധിയൊക്കെ സുഗതന് കൊടുക്കുന്നത്? രമേശ് ചെന്നിത്തല പറയുന്നുണ്ടല്ലോ, ആഭ്യന്തരമന്ത്രി അറിയാത്ത ഒരു സെക്യുലറാണ് ഇത്തരത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളതെന്ന്. അതിലെന്തൊക്കെയോ എന്തെന്നാ പറയുക, കാണാക്കളികളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പൽ ആക്ട് 91 അതിൻ്റെ പേരുണ്ട്, 91K മുനിസിപ്പൽ ആക്ട് സെക്ഷൻ 91K പ്രകാരം കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുഗതൻ വിയ്യൂർ ജയിൽ സൂപ്രണ്ട് വഴി മേയർക്ക് എഴുതിയിരുന്നു, മേയർ അറിയിച്ചിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് നടന്നിട്ടുള്ളതാണ്, ഇന്നലെ മിനിയാന്ന് നടന്നതല്ല. അതിന് ശേഷം ജൂലൈ 20-നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കുലർ. ആ സർക്കുലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും അംഗത്വം പോകാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന കോർപ്പറേഷൻ കൗൺസിലിന് അപേക്ഷ സമർപ്പിക്കാമെന്നും അത് കൗൺസിൽ അംഗീകരിച്ചാൽ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്നാണ് സർക്കുലർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ഇങ്ങനൊരു കാര്യം കൗൺസിൽ വരുമെന്നുള്ള ആഭ്യന്തര വകുപ്പിലെ ഉയർന്ന ആൾക്കാർക്കറിയാം. അപ്പം അത് ആഭ്യന്തരമന്ത്രി അറിയാതെ ആണ് എന്നൊക്കെ പറയുമ്പോൾ എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, കുറച്ച് വിഷമമുണ്ട്. അതും ഇത്ര ഒരു കേസിൽ അല്ലെങ്കിൽ സുഗതനെ അയോഗ്യനാക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്നൊരു ബോംബ് രാജേഷ് പൊട്ടിക്കുന്നത്. കയ്യിലൊരു കടലാസിനകത്തിൽ അതും നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പുറപ്പെടുവിച്ച സർക്കുലർ ആയപ്പോഴേക്കും ശബരിനാഥിന്റെയും ബാക്കി കൂട്ടരുടെയും നെഞ്ചൊക്കെ ആളി. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അറിയുന്നത്. അതെ, ഫ്ലാറ്റായി പോയി. അപ്പോൾ അത് 51 വോട്ട് ഒരു സ്വതന്ത്രം വോട്ട് ചെയ്യുന്നു. അങ്ങനെ സുഗതനെ ഭംഗിയായിട്ട് ഫ്ലോർ മാനേജ്മെന്റ് വി രാജേഷ് ചെയ്തു. അതെ, ഒന്നും ശ്രദ്ധിച്ചില്ല. ആ ഒരു സർക്കുലർ വായിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു, ഇത് താനായിട്ട് ഇറങ്ങിയതല്ല, ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വശം കൗൺസിൽ സമ്മതിക്കുകയാണെങ്കിൽ അയാൾക്ക് അവധി കൊടുക്കാം. ഭൂരിപക്ഷം നോക്കുമ്പോൾ 51 കിട്ടി. അപ്പോൾ ഇത് ഇന്ത്യ സഖ്യത്തിന് മൊത്തമായിട്ടൊരു അടിയാണ്. ഇതിൽ ഏറ്റവും വലിയ അടി, അതിന് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ശബരിനാഥനാണ്. ശബരിനാഥ് എന്താണെന്ന് പറയുക, റോയൽ ദാൻഡ് കിങ് എന്ന് പറയുന്ന പോലെ രാജാവിനെക്കാളും വലിയ രാജഭക്തി കാണിക്കാൻ വേണ്ടി കുറേ നാടകങ്ങളൊക്കെ 2 ആഴ്ച മുമ്പ് കളിച്ചല്ലോ, കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. ശബരിനാഥിൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. കാരണം ആദ്യത്തെ പ്രാവശ്യം MLA ചെയ്തെങ്ങനെ, അച്ഛൻ മരിച്ചതിൻ്റെ സഹതാപ തരംഗത്തിൽ MLA ആയി. ഓക്കെ, ഫെയർ ഇനഫ്, അത് തെറ്റ് പറയാൻ വയ്യ. ആ കുടുംബത്തിൽ നിന്ന് പൊളിറ്റിക്സിൽ ഒരാൾക്ക് മത്സരിക്കാനുള്ള എല്ലാ അവകാശവും ഇന്ത്യ ഭരണഘടന കൊടുക്കുന്നുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. MLA ആയി. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അസംബ്ലി കാണാൻ പറ്റിയില്ല. അതിനുശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിൽ അധികം ജയിച്ചില്ല. പിന്നെയാണ് അതിലും താഴെയുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നത്. അവിടെ ജയിച്ചാലും അന്ന് പറഞ്ഞു കേട്ടിരുന്നത് UDF LDFിൻ്റെ ഭരണ പരാജയങ്ങളും അല്ലെങ്കിൽ അഴിമതിയും ഒക്കെ കാരണം UDF ഭരണത്തിൽ വരും, UDFിൽ വരുന്ന ശബരിനാഥ് മേയർ, ഇങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ തിരുവനന്തപുരത്ത് അടിച്ചിറക്കി. ഇത് അവസാനം ഇതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അദ്ദേഹം നിരാശനാണ്. അദ്ദേഹം ഇപ്പോൾ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് CPM നിന്നാണ്. എങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ക്ലാസ് അവിടെ നിന്നാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഇയാൾക്കത് ശബരിനാഥന് പൊളിറ്റിക്സ് തന്നെ പരിചയമില്ലല്ലോ. അദ്ദേഹം മാന്യമായ ജോലി ചെയ്ത് ബാംഗ്ലൂരായിരുന്നു, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ്. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ആഗ്രഹം വരുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന ആളാണ്. അപ്പോൾ താഴേക്കടയിൽ നിന്നുള്ള പൊളിറ്റിക്സ് ചെയ്തെന്നുള്ള ശീലമില്ല, പരിചയമില്ല, പരിശീലനമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ക്ലാസ് കൊടുക്കുന്ന CPM-കാരാണ്. എങ്ങനെ അലങ്കോലമാക്കാം, ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സഭ നടക്കുന്ന അലമ്പാക്കണം എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ക്ലാസ്സാണ്. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് അദ്ദേഹത്തിനെ ഞെട്ടിച്ചു. ഇനി ഇത് കൂടാതെ UDFന് മാത്രമല്ല ഞെട്ടൽ, LDFന് ഞെട്ടലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി
ശ്രീകുമാർ മുൻ മേയറാണ്, അദ്ദേഹം പങ്കെടുത്തില്ല എന്നാണ് കേട്ടത് ഇന്നലത്തെ സഭയിൽ. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത് വലിയൊരു അടിയാണ്. കാരണം ഇവരുദ്ദേശിച്ചത് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് സഭയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഒരാളെ അയോഗ്യനാക്കാം എന്ന് റൂളുണ്ട്, മുനിസിപ്പൽ ആക്ടിൽ റൂളുണ്ട്. പക്ഷെ അതേസമയം ഇങ്ങനൊരു റൂൾ കൂടിയുണ്ട്. കൗൺസിൽ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ പറ്റുമെന്നുള്ളത്. അപ്പോൾ ആ റൂൾ പ്രകാരം സുഗതന് 6 മാസത്തേക്ക് ഇനി സുഗതന് പേടിക്കേണ്ടതില്ല. സുഗതൻ കൗൺസിലർ തന്നെയാണ്. ഒരു 6 മാസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും. ഇത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വൻ പരാജയമാണ് അവിടെ കണ്ടത്. അതായത് നല്ലൊരു പാർലമെൻറ്റേറിയൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് മേയർ രാജേഷ് തെളിയിച്ചു. മേയർ ഇതിനു മുമ്പും തെളിയിച്ചിട്ടുണ്ട്. മേയറിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും CPM ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ അഴിമതികളും എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം 1 by 1 ആയിട്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നേറുന്നൊരു മേയറാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പറയാം, കേരളത്തിലായ 6 മേയർമാരുണ്ട്. അതിൽ ബാക്കി 5 മേയർമാരുടെ പേര് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നെറ്റിൽ അടിച്ച് നോക്കേണ്ടി വരും. അതിലേക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പൊതുവെ ആൾക്കാർക്ക് അറിയാറില്ല. പക്ഷേ തിരുവനന്തപുരം മേയർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊച്ചുകുട്ടി മുതൽ 90 വയസ്സായാലും പറയും രാജേഷാന്ന് പറയും. കാരണം ഒരു സഭ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം, അതിന് വേണ്ടി കൊടുക്കേണ്ട സമയം, എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഊർജ്ജം. രാത്രി 11 മണിക്ക് അദ്ദേഹത്തിനെ തിരുവനന്തപുരത്തെ തെരുവിൽ കാണാമെന്നാണ് പറയുന്നത്. രാവിലെ 6 മണിക്ക് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങണമുണ്ട്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ട പുത്തരിക്കണ്ട തിന്നുള്ള നെല്ല് കറ്റ ചോന്നുകൊണ്ട് പോകുന്നത്, നെല്ലിൻ്റെ കറ്റ അമ്പലത്തിലേക്കുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആ ട്രഡീഷണൽ രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വേഷ്ടിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു മേയർ, അത് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു മേയർ എങ്ങനെയിരിക്കണം, ഒരു പാർലമെൻറ്റേറിയൻ എങ്ങനെയിരിക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ട് മേയർ തെളിയിച്ചു. ഈ ലെറ്റർ കയ്യിലുള്ള, സർക്കുലർ കയ്യിലുള്ളത് മേയർ ആരോടും പറഞ്ഞില്ല. അത് ശബരിനാഥൻ തന്നെ ഞെട്ടിപ്പോവുകയാണ്. CPM ഞെട്ടുന്നു, LDFും UDF ഒരുമിച്ച് ഞെട്ടുന്നു, ഇന്ത്യ സഖ്യം മൊത്തം ഞെട്ടുന്നു. ഇങ്ങനെ ഒരു സർക്കുലർ ആഭ്യന്തര വകുപ്പ് ഇറക്കിയിരുന്നു എന്നുള്ളത് അദ്ദേഹം എടുത്ത് വായിക്കുമ്പോഴേ അറിയുന്നുള്ളൂ. അത് രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. അതെ, വകുപ്പ് മന്ത്രിയാണ്. വകുപ്പ് മന്ത്രി അറിയാതെ ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ സർക്കുലർ വരാനുള്ള സാധ്യത ഇംഗ്ലീഷിൽ പറയുന്നത് ഹൈലി അൺലൈക്ലി ആണ്. ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയുന്നില്ല. ശബരിനാഥനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൻ ചതി. ആരാണ് ചതിച്ചത്? ഞങ്ങളുടെ മന്ത്രി. അതെ എന്ന് വേണം പറയാനായിട്ട്. ഇമ്പോസിബിൾ അല്ല, പക്ഷെ ഹൈലി അൺലൈക്ലി ആണ് അങ്ങനെ ഒരു സർക്കുലർ. അതെന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ വിധി പ്രകാരം 6 മാസത്തിനുള്ളിൽ സുഗതനും എത്തും. ഈ സ്വപ്നം കണ്ട ഈ മനക്കോട്ടയൊക്കെ തകർന്നു പോകുന്ന, അവർ വിചാരിച്ചത് മേയർ രാജേഷ് ഭൂരിപക്ഷമില്ലാതെ ഇറങ്ങിപ്പോകും. ആ സമയത്ത് ഒരു ഇന്ത്യ സഖ്യം ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്ന പോലെ പുറകിൽ നിന്നുകൊണ്ട് പിന്തുണ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ആ മനക്കോട്ടകളൊക്കെ പൊട്ടിത്തകർന്ന്, എന്താ പറയുക, ചരട് പൊട്ടിയ പട്ടം പോലെ മേയർ കുഴിച്ചുമൂടി ആ സ്വപ്നം മേയർ അത് കുഴിച്ചുമൂടി കയ്യിൽ കൊടുത്തു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.